ഹലോ മൈ ഗോയ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഇഫാ ചിക്കനാണ്. നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫാ ചിക്കൻ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഫസ്റ്റ് തന്നെ നമുക്ക് അതിനുള്ള റെസിപ്പിയിലോട്ട് പോവാം. അതിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത്, ദെൻ അതിനകത്തേക്ക് സാദാ മുളക് പൊടി ആഡ് ആക്കാം. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ഉണ്ടെങ്കിൽ അതും ആഡ് ആക്കാം കേട്ടോ. സാദാ മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ആക്കി കൊടുക്കുന്നത്. ഇത് നമ്മൾ 1.5 കിലോ ചിക്കനിലേക്കുള്ള മസാലയാണ് ആഡ് ആക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പൊടികളാണ്. ഇപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ചാണ് ഇത് കുറയ്ക്കുക. കൂടുതലാണ് ഇതിന് എക്സ്ട്രാ കൂട്ടം, കുറയ്ക്കുകയാണെങ്കിൽ കുറക്കാം കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിനായ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ ഒരു നാരങ്ങയുടെ ഒരു പകുതി നാരങ്ങ ഒഴിക്കുക. പിന്നെ വേണമെങ്കിൽ മാത്രം കുറച്ച് വിനാഗിരി ഒഴിക്കുക കേട്ടോ. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി എന്തെങ്കിലും വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. പിന്നെ നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇടുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്ക് കട്ട തൈരാണ് വേണ്ടത്. കട്ട തൈര് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പാക്കറ്റ് തൈരില്ല, അതാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വരഞ്ഞ് വെച്ച ചിക്കനിലിട്ട് ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 3-4 മണിക്കൂറെങ്കിലും മാക്സിമം റെസ്റ്റിന് വെക്കണം. 3-4 മണിക്കൂർ വെച്ചില്ലെങ്കിലും ഒരു ഓവർനൈറ്റെങ്കിലും മാക്സിമം വെക്കണം കേട്ടോ. മിനിമം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. മാക്സിമം ഒരു ഓവർനൈറ്റൊക്കെ വെച്ചാലാണ് മസാലയൊക്കെ അതിനകത്ത് നന്നായിട്ട് പിടിക്കുള്ളൂ. ദെൻ നമ്മൾ അതിനകത്ത് ബട്ടർ ഇട്ട് അതൊന്ന് ഫ്രൈ ചെയ്യാൻ വെക്കാം. അത് ഫ്രൈ ആവുന്ന സമയത്തോടു കൂടി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് എടുക്കാം. ഒരു 4 എഗ് വൈറ്റും 2 സ്ലൈസ് ചീസും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഉപ്പ്, പഞ്ചസാര, ദെൻ കുറച്ച് ഫ്രഷ് ക്രീമും ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡാക്കി കൊണ്ടുവരാം. ദെൻ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ല കുട്ടപ്പനായിട്ട് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രൈ ആയി വന്ന ചിക്കനിലായിട്ട് നമ്മൾ ഈ സോസ് നമ്മൾ അതിനകത്തേക്ക് അപ്ലാക്കി കൊടുക്കാം. എന്നിട്ട് അപ്ലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഗായ്സ് നോക്കൂ, നമ്മുടെ ഇഫാ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.